ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുന്നില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. വരുന്ന ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ക്ലബിനകത്ത് യാതൊരുവിധ നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നില്ല. നടക്കുന്ന നീക്കങ്ങൾ എന്നുള്ളത് ക്ലബിൽ നിന്നും ഓരോരുത്തരായിക്കൊണ്ട് പുറത്തു പോകുന്നു എന്നുള്ളത് മാത്രമാണ്. ഇതേക്കുറിച്ച് മാർക്കസ് മെർഗുലാവയോട് ഒരു ആരാധകൻ ചോദിച്ചിരുന്നു. ആ ചോദ്യം ഇങ്ങനെയാണ്: എല്ലാ ക്ലബ്ബുകളും ഇപ്പോൾ അടുത്ത സീസണിലേക്കുള്ള താരങ്ങളെയും പരിശീലകരെയും സൈൻ ചെയ്യുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? ആരാധകർക്ക് എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ പങ്കുവെക്കുമോ? പുതിയ ഇൻവെസ്റ്റർമാരുടെ കാര്യത്തിൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടോ? അതിനുശേഷം മാത്രമാണോ സൈനിങ്ങുകൾ നടക്കുക? ആഷ്ലി വെസ്റ്റ്വുഡ് തന്നെയായിരിക്കുമോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ? ഇത്രയും വലിയ ഒരു ചോദ്യമാണ് ഒരു ആരാധകൻ മാർക്കസിനോട് ചോദിച്ചത്. എന്നാൽ മാർക്കസ് മെർഗുലാവ പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സിനകത്ത് നിന്ന് യാതൊരുവിധ വിവരങ്ങളും ഇല്ല എന്നുള്ളതാണ്. 10-15 ദിവസം കാത്തിരിക്കേണ്ടി വരും എന്നാണ് മാർക്കസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ റീപ്ലൈ ഇങ്ങനെയാണ്: ഓരോ ദിവസവും ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിലെ അപ്ഡേറ്റുകളെ കുറിച്ച് ചെക്ക് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരു 10-15 ദിവസത്തിനുള്ളിൽ ബ്ലാസ്റ്റേഴ്സിനകത്ത് കാര്യങ്ങൾ ക്ലിയർ ആകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുവരെ ആരാധകർ കാത്തിരിക്കേണ്ടി വരും. നിലവിൽ ഇതിൽ കൂടുതൽ ഒന്നും തന്നെ എനിക്ക് പറയാൻ കഴിയില്ല. ഇതാണ് മാർക്കസിന്റെ മറുപടി. ബ്ലാസ്റ്റേഴ്സിനകത്ത് ഒന്നും സംഭവിക്കുന്നില്ല. ചില താരങ്ങൾ പുറത്തു പോകുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ അവിടെ സംഭവിക്കുന്നില്ല എന്നാണ് മാർക്കസ് പറഞ്ഞിട്ടുള്ളത്. കുറച്ചുകൂടി ആരാധകർ കാത്തിരിക്കേണ്ടി വരും. ഏതായാലും മാഗ്നം സ്പോർട്സ് ക്ലബ്ബ് വിൽക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ പുതിയ ഏതെങ്കിലും ഉടമസ്ഥർ അത് വാങ്ങാൻ വേണ്ടി സമീപിച്ചുവോ എന്ന കാര്യത്തിൽ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.